പൂരക്കളിയുടെ ചടുലമായ ചുവടുകൾ കൊണ്ട് മാസ്മരികത തീർക്കാൻ ഒരുങ്ങുകയാണ് ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയിലെ വനിതാ കൂട്ടായ്മ. ഇതിനായുള്ള ഇവരുടെ പരിശീലനം അവസാന ഘട്ടത്തിലാണ്. പ്രശസ്ത പൂരക്കളി കലാകാരൻ പ്രദീപൻ തുരുത്തിയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ആൺകുത്തകയായ പൂരക്കളി മേഖലയിൽ വീണ്ടും കരുത്തുകാട്ടാനൊരുങ്ങുകയാണ് ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയിലെ വനിതാ കൂട്ടായ്മ. 5 വർഷം മുമ്പ് 35 പേരുമായി വനിതാ പൂരക്കളി സംഘം രൂപീകരിച്ച് 35ഓളം വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച ചരിത്രം കൂടിയുണ്ട് ഇവർക്ക്. താരതമ്യേന ആയാസം കുറഞ്ഞ കാമൻപാട്ട് ഉൾപ്പെടെയുള്ള കളികളായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ വൻകളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ലക്ഷ്യം. പൂരമാലയിലെ 1-ാം നിറം, 2-ാം നിറം, 3-ാം നിറം, അതുപോലെ വളരെ ലളിതമായിട്ട് കളിക്കാൻ പറ്റുന്നൊരു കാമൻ പാട്ട്, നല്ല ആസ്വാദന പാട്ടിൽ കൂടി നമുക്ക് കളി ആസ്വദിക്കാൻ പറ്റുന്നൊരു കളിയാണ് കാമൻ പാട്ട്. അന്ന് അങ്ങനെയുള്ള കളികളാണ് അവതരിപ്പിച്ചത്. അന്ന് നല്ലൊരു പേര് നമ്മുടെ ടീമിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വൻകളികളായിട്ടുള്ള ഒരു 4-ാം നിറം, പൂരമാലയിലെ 4-ാം നിറം ഒരു കുറച്ചുകൂടി ആയാസപരമായിട്ട് കളിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കുറച്ച് റിസ്ക് ഉണ്ട് അതിൻ്റെ ചുമടുകൾ മറ്റുള്ള ചെയ്യുന്നതിന് വേണ്ടി. അതിൻ്റെ ഒരു 4 ചുമട്, 11-12 ചുമടുകൾ കളിക്കുന്നതിൽ നിന്ന് 4 പ്രധാനപ്പെട്ട ചുമടുകൾ എടുത്തുകൊണ്ട് ഒരു 4-ാം തരമാണ് ഇപ്പോൾ ഒന്ന് പരിശീലിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം കളിച്ചു വരുന്നൊരു കളിയാണ് ഇരട്ടരാമായണം. അതും നമ്മളെ പുരുഷന്മാർ തന്നെ വളരെ പ്രയാസത്തോടെ കളിക്കുന്ന ഒരു കളി. അത് സ്ത്രീകൾ കളിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അവരെ കൊണ്ട് എത്ര രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരട്ടരാമായണം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യൽ. നല്ല ശാരീരികക്ഷമത ആവശ്യമുള്ള ഇരട്ട രാമായണമാണ് പൂരക്കളിയുടെ പ്രധാന ആകർഷണം. ആകെ 35 മിനിറ്റ് പൂരക്കളിയിൽ 1-ാം കളിയും 4-ാം കളിയും കഴിഞ്ഞ് 20 മിനിറ്റ് ഇരട്ട രാമായണമാണ് അവതരിപ്പിക്കുക. തുടർന്ന് 2 ചിന്തുകൾ കൂടി അവതരിപ്പിച്ച് കളി അവസാനിപ്പിക്കും. അഞ്ചു മാസത്തോളമായി ഇതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇവർ. പരിശീലനത്തിലൂടെ ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടിയുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. കലാകാലങ്ങളായിട്ട് ആണുങ്ങളാണ് ഈ പൂരക്കളിയിൽ ശോഭിച്ച് വരുന്നത്. അപ്പോൾ നമ്മളെ കണ്ണങ്കൈ നാടകവേദി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു പുതുമ കൊണ്ടുവരുന്ന ഒരു ടീമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, അതായത് ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പൂരക്കളി പരിശീലനം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. 12 വയസ്സ് മാത്രം പ്രായമുള്ള അമയയും അമീലിതയും മുതൽ 57 വയസ്സ് പിന്നിട്ട തങ്കമണി വരെയുള്ളവർ അടങ്ങുന്നതാണ് കണ്ണങ്കൈ നാടകവേദി വനിതാ കൂട്ടായ്മയുടെ പൂരക്കളി സംഘം. കണ്ണങ്കൈ നാടകവേദിയുടെ 10ാമത് സംസ്ഥാനതല നാടകോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 8 വൈകുന്നേരം 5 മണിക്ക് ഇവരുടെ ആദ്യ പ്രദർശനം നടക്കും. താളത്തിലും വായ്ത്താരിക്കുമൊപ്പം ചുവടുകൾ ഉറപ്പിച്ച് മുന്നേറുമ്പോൾ സദസ്സുകളിൽ ഇനി കരഘോഷം മുഴങ്ങും. ശ്രീയല്ലോ സകലത്തിലും സരസമായി ശോഭിപ്പതും നിത്യമായി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.